3,08,000 വരുന്ന ആളുകൾക്ക് 10 കൊല്ലം കൊണ്ട് ജോലി കൊടുത്തു. അതൊരു കൊല്ലത്തിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഏകദേശം 38,000 വരുന്ന ആളുകൾക്ക് ഒരു വർഷം ജോലി കൊടുക്കുന്നു. അതൊന്നുകൂടി നമ്മള് പഞ്ചായത്ത് തലത്തിലേക്ക് മാറ്റിയാലോ? ഞാനതൊന്ന് പഞ്ചായത്ത് തലത്തിലേക്ക് മാറ്റാൻ നോക്കി. അപ്പോഴോ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ താനാളൂർക്കാരെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻ ഭരിച്ചപ്പോ ഒരു വർഷം 38 ആളുകൾക്ക് താനാളൂർ പഞ്ചായത്തിൽ സർക്കാർ സർവീസിന് ജോലി കിട്ടി. എത്ര? 38 ആളുകൾക്ക്. എപ്പോ? ഒരു കൊല്ലം. എവിടെ? ഒരു പഞ്ചായത്തില്. അല്ലേ? നമ്മുടെ എല്ലാ സ്വപ്നം എന്താ? പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടണം. അല്ലെ? അത് ഹിന്ദു ആയാലും മുസൽമാനായാലും നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് മരിച്ചു പോയിട്ട് സ്വർഗം കിട്ടാനല്ല. ഈ ഭൂമിയിൽ അവർക്ക് കുടുംബം നോക്കാൻ, അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന ജോലി പരമാവധി സർക്കാർ സർവീസിന് കൊടുക്കണം. അല്ലെ? അല്ലാതെ എല്ലാ കാലത്തും നമ്മൾ വിദേശത്ത്, ഗൾഫിലും ലോകത്തിന്റെ നാനാഭാഗത്ത് ദേശാടനക്കിളിയെ പോലെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു നടക്കാൻ കഴിയോ? ഒരു കാര്യം ഉറപ്പാണ്, ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇതുപോലെ നമ്മൾ പ്രവാസി മക്കൾ തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ തന്നെ പരമാവധി അവർക്ക് ജോലി കൊടുക്കണം. ഞങ്ങൾ ഇടതുപക്ഷക്കാർ, ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു, ഞങ്ങൾ ഇടതുപക്ഷക്കാർ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട് ഭരിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ലക്ഷ്യബോധത്തോടു കൂടിയിട്ടാണ്, ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ്. സഖാവ് രാജീവ് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് ഭരിക്കുന്നത്, അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി ഈ നാട് ഭരിക്കുന്നത് പതുക്കെ പതുക്കെ ഘട്ടം ഘട്ടമായി ഇവിടെ വ്യവസായവൽക്കരണം ഉണ്ടാക്കി പരമാവധി ആളുകൾക്ക് ഇവിടെ തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയണം. അതിനാണ് വലിയ പദ്ധതികൾ, വിഴിഞ്ഞം പദ്ധതി, അതുപോലെ പാലക്കാട്ട് 20,000 കോടി രൂപയുടെ വ്യവസായ ഇടനാഴി പദ്ധതി, അതിന് 2,000 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് കടമെടുത്ത് പാലക്കാട് കഞ്ചിക്കോട് ഈ ഗവൺമെന്റ് അതിന് 1,500 ഏക്കർ സ്ഥലം കേന്ദ്രമായിട്ടുണ്ട്. അവിടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ പോകുന്ന വ്യവസായം വരുന്നു. നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം പാലക്കാട്ടെ കോച്ച് ഫാക്ടറിയാണ്. അത് 50 കൊല്ലമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഇവിടുന്ന് യാതൊരുവിധ ഉളുപ്പുമില്ലാതെ ഈ നാട്ടിലെ വോട്ട് വാങ്ങി കേന്ദ്രത്തിലെ എംപിമാരും കേന്ദ്രമന്ത്രിമാരുമായ ലീഗിന്റെയും കോൺഗ്രസിന്റെയും